Hey guys, welcome back to my YouTube channel and welcome to another vlog. ഈ വ്ളോഗ് ആസ് എ ബാംഗ്ലൂർ മലയാളി ഞാൻ ചെയ്യുന്ന അവസാനത്തെ വ്ളോഗായിരിക്കും. ഈ ഒരു വ്ളോഗോട് കൂടെ ഞാൻ ബാംഗ്ലൂർ മലയാളി അല്ലാതാവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ മെട്രോ ഒക്കെ പിടിച്ച് നമ്മൾ എവിടേക്കാണ് വന്നതെന്ന് കണ്ടോ? ഐക്കിയ. ഇന്ത്യൻ അല്ലെങ്കിൽ അമേരിക്കൻ പ്രൊനൗൺസിയേഷനിൽ ഇത് ഐക്കിയാണ്, പക്ഷേ UK പ്രൊനൗൺസിയേഷനിലോട്ട് വരുമ്പം ഇത് ഇക്കിയാണ് കേട്ടോ. പക്ഷെ പറയാനുള്ളൊരു സുഖത്തിന് ഞാനിവിടെ ഐക്കിയ തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിലാകെ 3 പ്ലേസിലാണ് നമുക്ക് ഐക്യ ഉള്ളത്. ഫസ്റ്റ് മുംബൈ ആണ്, പിന്നെ ഹൈദരാബാദ്, പിന്നെ നമ്മ സ്വന്തം ബാംഗ്ലൂർ തന്നെ നാഗസാന്ദ്ര എന്നുള്ളൊരു സ്ഥലത്താണ് ഈ ഐക്യ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഒരു മെട്രോ എടുത്താൽ മതി, നമുക്ക് സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ നാഗസാന്ദ്ര വന്ന് ഐക്യയിലോട്ട് വരാൻ പറ്റും. കയറി വരുമ്പോൾ തന്നെ കുറേ ഫെയറി ലൈറ്റ്സ് ഒക്കെ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരു പ്ലസൻറ്റ് ഫീലാണ് അവിടെ എത്തുമ്പോൾ തന്നെ കേട്ടോ. പിന്നെ ഉള്ളിൽ കയറിയുള്ള കാര്യം ഞാൻ കൂടുതൽ പറയണ്ട, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഉള്ളിലോട്ട് കയറുമ്പോൾ കുറച്ച് ബില്ലിംഗ് കൗണ്ടേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസും ഉണ്ട്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്നാക്സ്, ചോക്ലേറ്റ്സ്, അങ്ങനത്തെ ഏരിയ ആണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, കേക്ക്സ്, അതുപോലെ കുറേ സ്വീറ്റ്സ്, നമ്മൾ കാണാത്ത തരത്തിലുള്ള സ്വീറ്റ്സ് വരെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കയറി ചെന്നപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വിശന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് എടുത്തിരുന്നു കേട്ടോ. കുറച്ച് സ്വീറ്റ് സ്നാക്സ് ആയിരുന്നു. നമ്മൾ അതൊക്കെ വാങ്ങി അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പം തന്നെ നമ്മൾ കണ്ട ആ ഒരു കാഴ്ച അത് നിങ്ങൾ കാണും സുഹൃത്തുക്കളെ, കാണും. ഒരു ക്രിസ്മസ് ഫെയറി ലാൻഡിലോട്ട് കയറി ചെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചെല്ലുന്നത് നവംബർ ലാസ്റ്റ് ആ ഒരു ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്മസ് വൈബിലോട്ട് ഫുള്ളി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഈ ക്രിസ്മസ് മൂവീസിൽ അല്ലാന്നുണ്ടെങ്കിൽ കുറേ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന റൂംസ് ആൻഡ് ഡെക്കോഴ്സ് ഒക്കെ ഇല്ലേ, അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആക്ച്വലി ഡിസംബർ നവംബർ ടൈമിൽ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന ക്രിസ്മസ് മൂവീസ് ഇരുന്ന് കാണുക എന്ന് പറയുന്നത് എനിക്കൊരു പ്രത്യേക സന്തോഷം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. സോ അതിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പോലത്തെ സ്ഥലങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയപ്പം നമുക്ക് സാധാരണ ഐക്യയിൽ കാണാൻ പറ്റുന്ന ഒരു എസ്തെറ്റിക് വൈബ് സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു. കുറേ ഭംഗിയുള്ള പൂക്കൾ, വേസസ്, എന്താ പറയുക, എല്ലാം ഉണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇങ്ങനത്തെ ഒരു വൈബ് ആണ് ഐക്യയിലെന്ന്. കാരണം ഞാൻ ഐക്യയിൽ ആദ്യമായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് മുമ്പ് വന്നിട്ടുണ്ട്, ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. സോ ഞാൻ മനസ്സിൽ കണ്ട ഐക്യ തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കടന്നപ്പം. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ചില സാധനങ്ങൾക്കൊക്കെ ഇവിടെ പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ എന്താ പറയുക, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി വാങ്ങുന്ന ആ ഒരു വില കുറവിൽ നമുക്കിവിടെ കിട്ടണമെന്നില്ല. കാരണം ഇവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. സോ മോളിലൊക്കെ പോയിട്ട് നിങ്ങൾ എങ്ങനെ വാങ്ങുന്നോ അത്രയും പ്രൈസൊക്കെ കൊടുത്ത് തന്നെ ഇവിടെ നിന്ന് വാങ്ങണം. പോരാത്തതിന് പ്രൈസ് അത്ര ഉണ്ടെങ്കിൽ കൂടെ അത്രയും ക്വാളിറ്റിയും ഉണ്ട്, അതേപോലെ തന്നെ കളക്ഷൻസും ഉണ്ട്. സോ കുറേ ഇങ്ങനെ നടന്ന് വാങ്ങാൻ താല്പര്യമില്ല, എന്നാൽ കുറച്ച് റേറ്റ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു വീട് എങ്ങനെ വേണമെന്ന് അതവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റൂംസ് എങ്ങനെ വേണം, ബാത്റൂംസ് എങ്ങനെ വേണം, ഹോൾ എങ്ങനെ വേണം, ലിവിങ് ഏരിയ എങ്ങനെ വേണം, കിച്ചൺ എങ്ങനെ വേണം, എല്ലാം അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെയാണ് അവർ വെച്ചിരിക്കുന്നത്. എല്ലാം അതിലുണ്ട്. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് എങ്ങനെ താമസിക്കാൻ പറ്റും, എന്തൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്ന് എല്ലാം അവർ ഓരോരോ വൈബ്സിൽ വീട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതരം എസ്തെറ്റിക്സ് ഉണ്ടെന്ന് നമ്മൾ പറയും. ഡാർക്ക് എസ്തെറ്റിക്സ്, ലൈറ്റ് എസ്തെറ്റിക്സ്, വിൻറ്റേജ് എസ്തെറ്റിക്സ്, അങ്ങനെ പല രീതിയിലുള്ള എസ്തെറ്റിക്സിലും അവർ റൂംസും ഒരു ഹോൾ വീട് തന്നെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മിനിമലിസ്റ്റിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അല്ല നമ്മൾ എന്താ പറയുക, ബോഹോ ഒരു സെറ്റപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുണ്ട്. എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കുറേ കഴിഞ്ഞപ്പം എൻ്റെ ഫോണിലെ ചാർജ് തീർന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ഇങ്ങനെ ഓരോ റൂംസും സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഒരു ഹോം ഫീല് കിട്ടാൻ വേണ്ടി തന്നെ അവരിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പകുതി തുറന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. സോ ദാറ്റ് നമുക്ക് ഫീൽ ചെയ്യും അവിടെ നമ്മളുടെ വീടാണ്, അല്ലെങ്കിൽ അവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അങ്ങനത്തെ എസ്തെറ്റിക്സിലാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ സോഫ്റ്റ് യു ഗൈസ്, സോ സോഫ്റ്റ്.
പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പോട്ട്സ്, ഫർണിച്ചേഴ്സ്, പിന്നെന്താണ് കുറേ അധികം സാധനങ്ങൾ, പോട്ട് പൊറീസൊക്കെ നമ്മൾ കണ്ടിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു വീട്ടിലോട്ട് എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒന്നും തന്നെ ഇല്ലാത്തതായിട്ട് ഞാൻ കണ്ടില്ല. മനുഷ്യന്മാർ മാത്രമാണ് അവർ വിൽക്കാത്തത്, ബാക്കി എല്ലാം ഉണ്ട്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പിംഗ് അനുഭവമായിരുന്നു. നമ്മൾ ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാം നടന്ന് കണ്ട് തന്നെ നമുക്ക് അത്രയും സന്തോഷം വരുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ പോയതല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. ഈ ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോസല്ല, അതല്ലാണ്ട് തന്നെ ഇപ്പം കണ്ടോ, നിങ്ങൾക്ക് കണ്ടോ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. സോ അങ്ങനെയാണ് അവർ വെച്ചിരിക്കുന്നത്. ഒരു വീട് എങ്ങനെ നമ്മൾ കൊണ്ട് നടക്കും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഐക്കിയനെ പറ്റി പറയാൻ ആണെങ്കിൽ, ഐക്കിയ എന്ന് പറയുന്നത് ഒരു സ്കാൻഡിനേവിയൻ ഷോപ്പാണ്, ഫേർണിച്ചർ ഷോപ്പായിട്ടാണ് അവർ തുടങ്ങിയത്. ഇപ്പം എന്താ പറയുക, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ വരുന്നത് നെതർലാൻഡ്സിലാണ് കേട്ടോ. ടോട്ടലി ഒരു 63 കൺട്രീസിൽ അവർക്ക് ഇതുപോലെ ഔട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ ബിഗ് ഷോപ്സ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ 3 സ്ഥലത്താണ് വരുന്നത്, മുംബൈ, ഹൈദരാബാദ് ആൻഡ് ബാംഗ്ലൂർ. ഇനിയും അവർ പല സ്ഥലത്തും സിറ്റീസിലും വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയില്ല. പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അഫോർഡബിൾ പ്രൈസിൽ ഫർണിച്ചർ കിട്ടുന്ന ഷോപ്പ് എന്നാണ് പറയുക. പക്ഷെ നമുക്ക് നമ്മുടെ സ്ഥലത്ത് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ പുറത്തെ കൺട്രീസിലൊക്കെ, ഐ മീൻ അബ്രോഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ വരുന്നത് എന്നാണ് മൊത്തത്തിൽ ഒരു അടക്കം പറച്ചിൽ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ അടിപൊളി ഒരു ഫുഡ് സെഷൻ ഉണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് കൗണ്ടേഴ്സിൽ നിന്ന് നമുക്ക് എടുക്കാം. നമ്മൾ 4 പേര് വന്നതുകൊണ്ട് നമ്മൾ കുറച്ചധികം ഫുഡ്സ് എടുത്തിട്ടുണ്ട്, 4 പേർക്ക് കഴിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ. എന്നിട്ട് കൗണ്ടേഴ്സിൽ നിന്ന് എടുത്ത് ബില്ല് ചെയ്തതിന് ശേഷം നമ്മൾ വന്ന് അത് നമുക്ക് ആവശ്യമുള്ള രീതിക്ക് ചൂടാക്കിയിട്ട് നമ്മൾ കഴിക്കാനാണ് കേട്ടോ പോണേ. സോ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ റൈസും പിന്നെ കുറച്ച് ചിക്കൻ്റെ ഐറ്റംസും കുറച്ച് ഡ്രിങ്ക്സും സ്വീറ്റ്സും ചീസ് കേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കൊള്ളാമായിരുന്നു, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ചീസ് കേക്കൊക്കെ ഇറ്റ് വാസ് സോ നൈസ്. അതിലെൻ്റെ ഫേവറേറ്റ് ഈ ഒരു സാധനമായിരുന്നു. ഇതൊരു മലബാർ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഒരു, എന്താ പറയുക, ഒരു മലബാർ ചിക്കൻ കറിക്ക് ഒരു അറബിക് മേക്ക് ഓവർ കൊടുത്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ചിക്കൻ കറിയുടെ. ഇറ്റ് വാസ് ബെസ്റ്റ്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഒരു സിനിമയ്ക്ക് പോയി. ഞങ്ങൾ പോയത് സൂക്ഷ്മദർശിനിക്കായിരുന്നു. സൂക്ഷ്മദർശിനിക്ക് എന്താണെന്നറിയില്ല, ആ തിയേറ്ററിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ പടം കൊള്ളാമായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുത്തശ്ശീസിൽ വന്ന് ഒരു ഫുഡും കൂടിയും കഴിച്ച് അന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു. എനിക്കൊരു ബാഗും കൂടെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുൾ പാക്കിംഗ് ഒക്കെ നോക്കി എല്ലാം എടുത്ത് വെച്ചിട്ടില്ലേ എന്നൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടിയോട് കൂടെ ബാംഗ്ലൂരത്തെ ജീവിതം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് പോവാണ്. ഇടയ്ക്കൊക്കെ ബാംഗ്ലൂർ വന്ന് ഇനി ഇവിടെയൊക്കെ കാണണമെന്നുണ്ട്. വൺസ് എ ബാംഗ്ലൂരിയൻ ഈസ് ഓൾവേസ് എ ബാംഗ്ലൂരിയൻ എന്നാണല്ലോ. അങ്ങനെ ജീവിതം പഠിപ്പിച്ച മഹാനഗരത്തിനോട് സലാം പറഞ്ഞ് ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി കളികൾ നാട്ടിൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.